ആദിലയും നൂറയും ഭയങ്കര അടിയാണ് ഗേസ്, ഭയങ്കര അടി. നൂറ ആദിലയോട് പറയുന്നുണ്ട്, ബേബി നീ ഇതെന്തൊക്കെയാണ് കാണിച്ചു വെക്കുന്നത്? നിന്റെ ക്യാരക്ടർ ഇങ്ങനെയായിരുന്നോ? ഞാനിതൊന്നും അറിഞ്ഞില്ല. അതോ ഇനി എൻ്റെ ഭാഗത്താണോ തെറ്റ്? നൂറ ആദിലയോട് ചോദിക്കുകയാണ്. എപ്പോഴും എല്ലാത്തിനും ദേഷ്യം, എന്നാൽ നല്ല കാര്യത്തിനാണ് ദേഷ്യപ്പെടുന്നതെങ്കിൽ പിന്നും കുഴപ്പമില്ല. ഇത് ചുമ്മാ അനീഷിൻ്റെ പിറകെ നടന്ന് അവനെ ചൊറിഞ്ഞ് ഇല്ലാത്ത കാര്യത്തിന് ചുമ്മാ ദേഷ്യപ്പെടുവാണ്. അവസാനം നൂറയ്ക്ക് തന്നെ ദേഷ്യം വന്നു. ദൈവമേ, പുറത്തിന് എന്ത് ഇമേജാണാവോ പോകുന്നത്? ഇത് പലതവണ ആദിലയോട് പറയാൻ ശ്രമിച്ചെങ്കിലും ആദില ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രി ആയ റിയാസ് അകത്ത് പോയതിനു ശേഷമാണ് നമ്മുടെ ആദിലയ്ക്ക് ഇങ്ങനത്തെ ഒരു ചേഞ്ച്. അതിനുശേഷം ആദില എപ്പോഴും ദേഷ്യപ്പെടുന്നുണ്ട്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാനായിട്ട് സാധിക്കും ആദില എന്ന് പറയുന്ന വ്യക്തിയുടെ ക്യാരക്ടർ എന്താണ് എന്നുള്ളത്. ഇപ്പോൾ എന്തായാലും അടിച്ചു പിരിഞ്ഞിരിക്കുകയാണ് ആദിലയും നൂറയും. നൂറ പാത്രം കഴുകാൻ വരുമ്പോൾ ആദില പറയുന്നുണ്ട്, ഞാൻ പാത്രം കഴുകാം. നൂറ പറയുന്നുണ്ട്, വേണ്ട, എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഫുഡ് കഴിക്കുന്ന പാത്രം എനിക്ക് തന്നെ കഴുകി വെക്കാൻ അറിയാൻ എന്നുള്ളതാണ്. ആദില കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും നൂറ പറയുന്നുണ്ട്, നിന്റെ ഭാഗത്ത് തന്നെയാണ് ഫുൾ മിസ്റ്റേക്ക്, നീ അത് മനസ്സിലാക്കുക, നീ ചേഞ്ചായി വരിക എന്നുള്ളതൊക്കെ. പക്ഷേ ആദില എവിടെ കേൾക്കാനാണ്? നിനക്ക് നിൻ്റെ ഇഷ്ടം, എനിക്ക് എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും രണ്ട് വഴിക്കായിട്ടുണ്ട് ഗീസ്. ഇനി ഇതിൻ്റെ ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം.